السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹാദരവുകൾ നിറഞ്ഞ നാട്ടുകാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുളഹിർ സുന്ന വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദ് റബീഉൽ അവ്വലിലാണ്. ഈ മഹത്തായ വേദിയിൽ സേവനത്തിന്റെ വിഷയത്തെക്കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഈ അടുത്ത് ഏർപ്പെട്ട ഒരു സേവന സുന്ദര സുമത്തെ മറക്കാൻ കഴിയില്ല. മറ്റാരുമല്ല, ഇസ്രായേൽ ദംശകരുടെ തോക്കിനിരയായ ഷഹീദ സാനിജാർ ധീര സേവനവനിതയെ ഇസ്രായേലിന്റെ നാട്ടിൽ പരിക്ക് പറ്റിയ മനുഷ്യരുടെ കാലം സേവന ശുശ്രൂഷ ചെയ്ത ആ പുഷ്പം ഈ അടുത്താണ് പൊഴിഞ്ഞത്. അല്ലാഹു തആല മഹദിക്ക് മഗ്ഫിറത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. മനുഷ്യന്റെ ഒരു സോഷ്യൽ ജീവിയാണോ? ഈ കാരണത്താൽ സമൂഹത്തിന് സദാ സേവനത്തിനാവാൻ അല്ലാഹു തആലയും നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒട്ടനേകം വാക്യങ്ങൾ നമ്മെ ബോധിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സലാമിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നു, ഇന്നി ജാഇലിൻ ഫിൽ അർദി ഖലീഫതൻ, അഥവാ ഭൂമിയിൽ ഞാൻ പ്രതിനിധിയെ നിയോഗിക്കുന്ന എന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാവുമ്പോൾ സേവന മനസ്കത സുപ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് 2,24,000 സമൂഹത്തിന് സേവനം ചെയ്ത് നമുക്ക് വഴികാട്ടിയത്. അല്ലാഹു തആല പറയുന്നു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, സേവന ഗുണകാംക്ഷികളോടാണ് കാരുണ്യ സാമീപ്യമെന്നാണ് ഈ സൂക്ത സാരത്തിൽ ഹദീസിലേക്ക് വരുമ്പോഴും സമാനമായ വാക്യം തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ അല്ലാഹു തആല അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. വല്ലവനും ഒരു മുസ്ലിമിന്റെ വേദന കിട്ടിയാൽ അന്തനാൾ വേദന സംരക്ഷണമേകുന്നതാണ്. ഇത്രമാത്രം സേവനാനുവാദം സംബന്ധിച്ച് ഉത്തരം എന്തുണ്ടോ? ഇല്ലേ ഇല്ല. മുസ്ലിമിന് മാത്രമല്ല സർവ്വ മനുഷ്യർക്കും ഗുണങ്ങൾ നിമിത്തമാണ്. ഭൂമിയിലുള്ള സർവർക്കും നിങ്ങൾ കരുണ സേവനം ചെയ്യുക, എങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് തിരുമൊഴി മുത്തിയതിന്റെ ആധാരമാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിലൂടെ അവിടുന്ന് പറയുന്നു, ജനോപകാരിയാണ് ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജനോപകാരിയാണെന്നാണ് മറ്റൊരു തിരുവചനം. ഒരു മറ്റാരും പറയാത്ത വിധ സേവനവചനങ്ങൾ കഴിഞ്ഞവരാണ് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മേൽവാക്യങ്ങൾ മനസ്സിലാക്കാൻ തെല്ലും പ്രയാസമില്ല. പരിശുദ്ധ പ്രവാചകരും തങ്ങളുടെ ഉമ്മത്തിന് പരാതികളിലും പരിഭവങ്ങളിലും പരിഹാരം നൽകിയവരാണ്. മൂസാ നബിയുടെ സമുദായം വെള്ളത്തിന് അഭ്യർത്ഥിച്ചപ്പോഴും ഈസാ നബിയുടെ രോഗിപ്പിക്കപ്പെട്ടപ്പോഴും അത്ഭുതങ്ങൾ കാട്ടി അവർ സേവിച്ചതായി ഖുർആൻ പ്രതിപാദിച്ചത് ചിലത് മാത്രം. തിരുനബിയോളം വരുന്ന സേവനം മനസ്സിലാക്കാൻ മറ്റാരുമില്ല. ജാതിയും മതവും വേഷവും ഭാഷയും നോക്കിയായിരുന്നില്ല ആ സേവന സാധന പ്രവർത്തനങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.